പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രത്യക്ഷ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാള ദേശത്തിയാൽ രോഗികളെ ആശ്വസിപ്പിക്കുന്നവനെ, അന്ധകാരത്തെ പ്രകാശത്തിലേക്ക് നയിക്കുന്നവനെ, മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമം സ്തുതി പറയുന്ന കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥനകൾ ധൂപപ്രാർത്ഥനയായി ഉയരട്ടെ. നിന്റെ നാമത്തെ പ്രാർത്ഥനകൾ മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികളുണ്ട്, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കടങ്ങൾ കയറി വന്നിട്ടുള്ളവരുണ്ട്, അതുപോലെ ജീവിക്കാൻ മാർഗമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാൻ പോലാതെ എഴുന്നേറ്റ് വെറുതെ ജീവോത്സവം പോലെ കുത്തിയിരിക്കുന്നവരുണ്ട്, തലക്ക് ഭാരം പിടിച്ചവരുണ്ട്, വല്ലപാടും ചത്താൽ മതി എന്നോർത്തുകൊണ്ട് ഹൃദയത്തിനും തലക്കും കനം തൂങ്ങിയവരുണ്ട്. അവരെല്ലാം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് ഈ ക്ലേശം പിടിച്ച മനുഷ്യർ ദൈവത്തിൻ്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. നിന്നെ ബാധിച്ചിരിക്കുന്ന സങ്കടങ്ങൾ, സാമ്പത്തിക സങ്കടങ്ങൾ, അതുപോലെ തന്നെ നിന്നെ ബാധിച്ചിരിക്കുന്ന കുടുംബപരമായ ഭവിഷ്യത്തുകൾ, ഭാഗവടപ്പണി നടക്കാത്തവർ, നടത്തിക്കാത്തവർ, അതുപോലെ വീട് വെക്കാൻ അനുവദിക്കാത്തവർ, അതുപോലെ വഴിയില്ലാത്തവർ, വഴി കൊടുക്കാൻ ന്യായമായിട്ട് വഴി കൊടുക്കാൻ പറ്റാത്തവർക്കും അതുപോലെ വഴി കൊടുക്കാനേ പറ്റാത്തവർക്കും എല്ലാം കുടുങ്ങിപ്പോയവരുണ്ട്. കർത്താവേ, അവരെല്ലാം സന്ധിക്കണമേ. പുതിയൊരു മാർഗം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കിണർ കുഴിച്ചിട്ട് ആയിരങ്ങളും ലക്ഷങ്ങളും മുടക്കി കുഴിച്ചിട്ട് വെള്ളമില്ലാതിരിക്കുന്നവർ, വർഷകാലത്ത് പോലും തുച്ഛമായ വെള്ളത്തിൽ ആ ജീവിതവും ആ ലോകവും ആ പറമ്പ് ഉപേക്ഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർ, ഈശോയെ മല ഇറങ്ങാൻ പോകുന്നവരുണ്ട്, കാടിറങ്ങാൻ പോകുന്നവരുണ്ട്, അവർ തീരപ്രശുദ്ധം മാറാൻ പോകുന്നവരുണ്ട്. ഈശോയെ, മനുഷ്യരെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന പല പ്രകൃതിദത്തമായ കാരണങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ അത് തെറ്റായ സർക്കാരിൻ്റെ നിയമങ്ങൾ കാരണം കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ മനുഷ്യൻ പരക്കം പായുന്ന മക്കൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകാൻ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. സഹോദരങ്ങളെ ഭിന്നതയിരിക്കുന്നവർ, സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമായിട്ടിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമായിരുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത് മനുഷ്യർ തമ്മിൽ ഭിന്നതയുള്ളത് കൊണ്ടും മനുഷ്യർ തമ്മിൽ വാശിയും വൈരാഗ്യവും ഉള്ളത് കൊണ്ടും ഗർവുള്ളത് കൊണ്ടുമാണ്. തിന്മയുടെ ശക്തി, പിശാചിൻ്റെ ആധിപത്യത്തെ യേശുക്രിസ്തു നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ ക്രിസ്തുവിൻ്റെ അടയാളം ഞാൻ ബന്ധിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിൻ്റെ ഭവനത്തിലേക്ക് വെളിച്ചം കടന്നു വരട്ടെ. Lord Jesus Christ, pour out your spirit, touch with the fire finger, suck with the precious blood, Lord, and peace your spirit. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര നീക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന്
മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവത്തിലെ നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എന്താണെന്ന് നീ അറിയണം. അല്ലാതെ പട്ടികപാടി പ്രാർത്ഥന പോലെ ദൈവത്തെ പ്രാർത്ഥിച്ച് ബോധം കെടുത്തരുത്. മറിച്ച് ആ പ്രാർത്ഥന അറിഞ്ഞ്, പ്രാർത്ഥന അർത്ഥം അറിഞ്ഞ്, അതിൻ്റെ ആഴങ്ങൾ അറിഞ്ഞ് അതിനെ അംഗീകരിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് അംഗീകാരമാണ്. അംഗീകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ദൈവം അവനെ മരിച്ചോ എന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ആ വിശ്വാസം എന്ന് പറയുന്നത് ഹൃദയം അത് അംഗീകരിക്കുന്നു എന്നതാണ്, അല്ലാതെ സങ്കല്പമല്ല. വിശ്വാസം ഹൃദയം ആ ചരിത്ര സത്യത്തെ അംഗീകരിക്കുന്നു. നമ്മൾ എന്തിനാണ് വിശ്വാസ പ്രമാണത്തിൽ പാന്തിയോസ് പിലാത്തോസും ഒക്കെ പറയണത്? കാര്യം അതൊരു ചരിത്ര സത്യമായതുകൊണ്ടാണ്. പാന്തിയോസ് ജീവിച്ചിരുന്ന ഗവർണറാണ്, റോമൻ ഗവർണർ. അവന് പീലാത്തോസ് അതുപോലെ തന്നെ ഗവർണറാണ്, അതുപോലെ തന്നെ അത് ന്യായാധിപനാണ്. അതുപോലെ അവരുടെ കാലം എന്ന് പറയുമ്പോൾ ചരിത്രഘട്ടമാണ്. ചരിത്രഘട്ടത്തിൽ സംഭവിച്ച ലോകചരിത്രഘട്ടത്തിൽ സംഭവിച്ച ദൈവചരിത്രം, രക്ഷാകര ചരിത്രമാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രഖ്യാപിക്കുന്നത്. അത് നമ്മൾ അതിൻ്റെ സത്യം എന്താണ്? ചരിത്രത്തിൻ്റെ കർത്താവ് യേശുവാണെന്നാണ്. യേശു കർത്താവാണ് എന്ന അത്തരം കൊണ്ട് നമ്മൾ ഏറ്റുപറയണം. റോമാ 10:9. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞതിനിപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിലൂടെ മുമ്പൊരിക്കലും പറയാത്തൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ അത് വീണ്ടും പറയാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇത് ആവർത്തിച്ചത്. എന്താണ് ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ? അത് വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നൊന്നല്ലേ പറയണത്. റോമ 10:17 എടുത്തേ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പൊ വിശ്വാസം കേൾവിയിൽ നിന്നാണെന്ന് പറയുമ്പോൾ, വിശ്വാസം കേൾവി ആകട്ടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നാണെന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് വിശ്വാസം അറിവിൽ നിന്നാണെന്നാണ്. കേൾവി എന്ന് പറയുന്നത് ചെവിയാണല്ല, ഓഡിയോ. അപ്പോൾ ഓഡിയോയിലൂടെ ഒരു പഞ്ചേന്ദ്രിയത്തിൻ്റെ ഒരു ഭാഗമാണ് ശ്രവണം. അപ്പോൾ അതിലൂടെ അറിവാണ് കിട്ടുന്നത്. അപ്പോൾ വിശ്വാസം അറിവാണെന്നല്ല ശരിക്കും പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിശ്വാസം ആ അറിയണ കാര്യത്തെ ചില ആൾക്കാർ അംഗീകരിക്കും, ചില ആൾക്കാർ അംഗീകരിക്കണില്ല. അപ്പം ചിലർക്ക് അറിയാം യേശു കർത്താവാണെന്ന്, പക്ഷെ അവർ അംഗീകരിക്കത്തില്ല. ഇപ്പം നിനക്കും അറിയാം, ഞാനീ പറയുമ്പോൾ യേശു കർത്താവാണ്. അതിൽ നമ്മുടെ വീട്ടിൽ രൂപക്കൂടൊക്കെ വെച്ച്, ഈ ഹൃദയത്തിൻ്റെ വലിയ പടമൊക്കെ വെച്ച്
തിരിയൊക്കെ കത്തിക്കണം എന്തിനാണ്? യേശു കർത്താവാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ പ്രവർത്തനം കണ്ടാൽ അറിയാൻ പറ്റും, അംഗീകരിക്കണില്ലെന്നറിയാൻ പറ്റും. ഈ അറിവും അംഗീകാരവും തമ്മിലുള്ള അകൽച്ച എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അകൽച്ചയാണ്. അറിയുന്നവരാരും അംഗീകരിക്കണില്ല, അതാണ് പ്രശ്നം. അറിയുന്ന ആരുമല്ല, അറിയുന്ന പലരും അംഗീകരിക്കുന്നില്ല. കാര്യം വിശ്വാസം, അതായത് ഹൃദയത്തിൽ വിശ്വസിച്ച് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചോ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് ഹൃദയം അത് അംഗീകരിക്കുന്നു എന്നാണ്. അംഗീകരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നറിയാം? ഒഫീഷ്യലായത്. മറ്റത് അറിവെന്ന് പറഞ്ഞാൽ അനൗദ്യോഗികമാണ്, അംഗീകാരം ഔദ്യോഗികമാണ്. ഇപ്പോൾ ഒരു ലെറ്റർ പാഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ ചിലപ്പോൾ ഞങ്ങളൊക്കെ റിജക്റ്റ് ചെയ്യും. അത് ചില അച്ഛന്മാർ പള്ളിയിൽ നിന്ന് അയച്ചിരുമ്പോൾ ജ്ഞാനസ്ഥാന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും. അപ്പോൾ ഉടനെ ഞാൻ വികാരിയാണെങ്കിൽ ഞാൻ സർട്ടിഫിക്കറ്റ് നോക്കും, എന്താണ് നമ്മൾ തിരിച്ചു കൊടുത്തു വിടും. അംഗീകരിക്കത്തില്ല. കാര്യം അച്ഛൻ്റെ ഒപ്പേ അതിനകത്തുള്ളൂ, പള്ളിയുടെ സീലില്ലെന്ന് പറയും. പള്ളിയുടെ സീലാകുമ്പോഴല്ല ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് അംഗീകരിക്കത്തുള്ളൂ. മറ്റേ അച്ഛന് അച്ഛൻ്റെ പേഴ്സണൽ ഒപ്പ് ഇടവിടാറില്ല. അച്ഛന് പേഴ്സണൽ ഒപ്പല്ല, ആ അച്ഛൻ തന്നെയാണ് ഇപ്പം ആ പള്ളിയിലെ വികാരി. നമുക്കറിയത്തില്ലല്ലോ, സീലുണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഈ അച്ഛൻ അവിടെ മാറിപ്പോയോ, എന്നിട്ട് ഈ അച്ഛൻ ഇപ്പം ഇരിക്കുന്ന പള്ളിയിൽ നിന്ന് കള്ളൊപ്പിട്ടിട്ട് വന്നിരിക്കുകയാണ് ഈ ആൾക്കാരുടെ സമ്മർദ്ദം കാരണം, അത് അച്ഛൻ അവിടെ നിന്ന് മാറിപ്പോയോ, ആ പള്ളിയിൽ തന്നെയാണ് ഇത് വന്നിരിക്കണമെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അച്ഛൻ്റെ ഒപ്പം പോരാ, സീല് വേണം. അപ്പം എന്താണ്? ആ പള്ളിയിൽ നിന്ന് തന്നെ വന്നത്, ആ അച്ഛൻ ആ പള്ളി തന്നെ ഇരിക്കണത്, പള്ളിയുടെ കൺകറൻസായി. അത് അംഗീകാരം എന്ന് പറഞ്ഞാൽ അതാണ്. അംഗീകാരത്തിൽ 2 ലെവലുണ്ട്, പേഴ്സണൽ ലെവലും ഉണ്ട്, ഒരു ഒഫീഷ്യൽ ലെവൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലും ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പം യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയണതും അത് അംഗീകരിക്കാതെ ഏറ്റുപറയാതെ നമുക്ക് അംഗീകരിക്കുമ്പോൾ അംഗീകരിച്ച് ഏറ്റുപറയണതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ക്യാൻസർ 4th സ്റ്റേജാണ്, ഡോക്ടർ പറഞ്ഞു ഇനി കീമോ എടുത്തിട്ടും കാര്യമില്ലെന്ന് ചിലരോട് പറയും. പക്ഷേ നിങ്ങൾ പറയും അത് ഡോക്ടർ അല്ലല്ലോ കർത്താവ്, യേശു അല്ലേ കർത്താവ് എന്ന് പറയുമ്പോൾ അത് അത്തരം കൊണ്ട് പറയണത് അംഗീകരിച്ച പോലെയാവും. അവിടെയാണ് വിശ്വാസം വഴി നീതിമാൻ ജീവിക്കണത്. എൻ്റെ പേര് റാണി ജോൺസൺ, ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. പിന്നെ എനിക്ക് സാക്ഷ്യം പറയാനുള്ള എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. എൻ്റെ മോൻ 2019 ജനുവരിയിൽ കാനഡയിൽ സ്റ്റുഡൻസ് വീസിൽ പോയി. അത് കഴിഞ്ഞ് അവൻ പഠിത്തമെല്ലാം കഴിഞ്ഞു. അവനങ്ങനെ ഇരിക്കും. ഒരു സ്ഥലത്ത് ജോലി കിട്ടിക്കഴിഞ്ഞു. ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ അവന് ഇച്ചിരി ഹെൽത്ത് പ്രോബ്ലം വന്നു. അവിടെ നിന്ന് ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവന് വീട്ടിൽ നിരാശയായിട്ടിരിക്കുമ്പോൾ അവന് ഓർത്ത് സമയം കളയണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് IELTS എഴുതി, അതൊക്കെ കിട്ടി. പിന്നെ അങ്ങനെ അവിടെ IELTS കിട്ടി. 1 മാസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഗവൺമെൻറ് ഒരു റൂൾ ഇറക്കി, എല്ലാ പേപ്പേഴ്സും ഉള്ളവർ IELTS എല്ലാം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, PR-ന് വേണ്ടി അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം 40,000 ആപ്ലിക്കേഷനാണ് അവർ സ്വീകരിക്കുന്നത്. അങ്ങനെ അവനത് അപ്ലൈ ചെയ്തു. അവന് PR കിട്ടി. അവന് കാര്യം പറഞ്ഞ് 5 വർഷം കൊണ്ട് കിട്ടുന്നതൊക്കെ അവന് 3 വർഷത്തിനകം എല്ലാം കിട്ടി. ദൈവം അനുഗ്രഹിച്ചു, മാതാവ് നടത്തി തന്നു. പിന്നെ അവന് ഡിസ്ലൊക്കേഷൻ ആകുമായിരുന്നു അവൻ്റെ കൈ. അവനത് ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടാണ് അവിടെ പോയത്. ദൈവം സഹായിച്ച് മാതാവിൻ്റെ തൈലമൊക്കെ എപ്പോഴും പുരട്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പറയും അവനോട്. അവനങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ദൈവം മാതാവ് നടത്തി തരുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തത് എൻ്റെ ചേച്ചിയുടെ മോക്കായിരുന്നു. അവൾക്ക് ചെറിയ ഡിപ്രഷനൊക്കെ ആയിട്ട് കല്യാണമൊക്കെ നടക്കുന്നില്ലായിരുന്നു. അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം മാതാവ് കല്യാണമൊക്കെ നടത്തി തന്നു. പിന്നെ മൂന്നാമത്തത് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫാദറിലോ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. ഞാനിവിടെ വന്ന് അത് ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് 3-4 വർഷം നിന്നിട്ട് പിന്നെ പോയപ്പം പിന്നെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഉടമ്പടിയൊക്കെ എടുത്തു. അങ്ങനെ ഇപ്പോൾ പിറ്റേ ആഴ്ച തന്നെ എൻ്റെ ഫാദറിലോ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞു ആവശ്യപ്പെട്ട് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ദൈവം മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് മാതാവിനോട് നന്ദി പറയുന്നു.
യേശുവെ നന്ദി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. എൻ്റെ പേര് മീനു. ഞാൻ ആലപ്പുഴ ഹരിപ്പാട് നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഒരു കിഡ്നി പേഷ്യൻ്റാണ്. ആൾ 2018 കിഡ്നി സംബന്ധമായ രോഗത്താൽ ദുബായിലായിരുന്നു. അവിടുന്ന് ചെറിയ ക്രിയാറ്റിൻ്റെ ഒരു വേരിയേഷനുള്ള നാട്ടിൽ കയറി വന്നതാണ്. ഇവിടെ നിന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തപ്പോൾ മെഡിസിൻ കൊണ്ട് മാറുമെന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു ഇതില്ലായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുന്നില്ലെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിലുള്ളായിരുന്ന കുറച്ച് സമ്പാദ്യമൊക്കെ വെച്ചിട്ട് ആൾ ഷെഫാണ്. നാട്ടിലിപ്പോൾ ഒരു ചെറിയൊരു ഹോട്ടൽ പോലെ തുടങ്ങി. ഒരു മാസത്തോളമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആളുടെ ബോഡി ഫുള്ള് സ്വെല്ലിംഗ് ആയി. ബോഡി ഫുള്ള് അങ്ങ് നീര് കയറിക്കൊണ്ട് ഒന്നും അനങ്ങാനോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പം ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ ജസ്റ്റ് ഒരു OP ചീട്ട് എടുക്കാൻ 2 രൂപ എടുക്കാൻ പോലും ഒരു മാർഗ്ഗമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ജീവിതം എത്തിപ്പെട്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കൃപാസനം എന്ന് പറയും യൂട്യൂബിൽ അടിച്ചു നോക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിലിങ്ങനെ പറയുക. ഞാനിങ്ങനെ യൂട്യൂബിലേക്ക് ഇങ്ങനെ കിടന്ന് കൃപാസനം ഇങ്ങനെ അടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ, പിന്നെ ഒരു കുഞ്ഞിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ കണ്ടു. വൃക്ക, എനിക്കിപ്പോഴും ഒരു ഓർമ്മയുണ്ട്, ഇപ്പോഴും അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒരു കുഞ്ഞിൻ്റെ വൃക്കയുടെ സംബന്ധമായിട്ടില്ല. ഞാനിങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കണ്ടു. അങ്ങനെ മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കൊന്നും അറിയത്തില്ല, ഞാനൊരു ഹിന്ദുവാണ്, എനിക്കിത് എന്തുവാണെന്ന് ഒന്നും അറിയത്തില്ല. ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്തോന്നും എനിക്കറിയത്തില്ല. ഞാൻ 5 മണിയായപ്പം ചാടി എണ്ണീച്ചിട്ട് ഞാനിങ്ങനെ ഇവിടെ നോക്കിയപ്പോൾ ലൈവിൽ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോന്നു. ഞാനിങ്ങനെ ഒന്നും മുട്ടമ്മ നിന്ന് രാവിലെ എണീച്ച് കുളിച്ച് പ്രാർത്ഥിച്ചു. ഒരു 6 മണി 7 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡിന് ഉറക്കമില്ല, ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ജനാലിൻ്റെ വെട്ടത്തൊരു ഭയങ്കര ഒരു വെളിച്ചം പോലെ ഞാനന്ന് കണ്ടതിന് ശേഷം ഞാൻ ചേട്ടനോട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അപ്പം എന്തെടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ 1 രൂപ പോലും ഇല്ല. ഇങ്ങനെ സഹി കേട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ വന്നു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ നെഫ്രോയെ കൺസൾട്ട് ചെയ്യണം, ബോഡി ഫുള്ള് സ്വെല്ലിംഗ് ആയിട്ടിരിക്കുകയാണ്, ശരീരം മൊത്തം വലിച്ചു വന്ന പോലെ പെയിനും. അങ്ങനെ ഞങ്ങൾ നെഫ്രോയെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് ആൾക്ക് എത്രയും പെട്ടെന്ന് ഇതുപോലെ കത്തിയിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ പുഷ്പേരി ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടു. പുഷ്പേരി പോകാനുള്ള ഒരു സാമ്പത്തികം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. അല്ല, മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു. ഈ കോവിഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്കില്ലായിരുന്നു. എന്തും വരട്ടെന്ന് ചൊല്ലി ഞങ്ങൾ പുഷ്പേരിയിലേക്ക് പുറപ്പെട്ടു. കയ്യിൽ 1 രൂപ ഇല്ലാതെ അങ്ങോട്ട് പോയത്. പക്ഷേ എനിക്കറിയത്തില്ല ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത് ഏത് രീതിയിലാണെന്നൊന്നും. അവിടുന്ന് ഓരോ ഹോസ്പിറ്റലിലേക്കും മാറിയായിരുന്നു. ഏകദേശം ഒരു 3 മാസത്തോളം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നീളെ നടന്നു. ഇവിടുത്തെ ഉടമ്പടി തൈലം എടുത്ത് ആളുടെ നെറ്റിയിലും കാലയിലും എവിടെല്ലാം നീരുണ്ടോ അവിടെ എല്ലാം പുരട്ടിന് ശേഷം ആളുടെ ദേഹം ഒരു 80-90 കിലോയോളം അടുത്ത ആളുടെ നീര് വരെ ഉണ്ടായിരുന്നു. അതെല്ലാം നീര് പൂർണ്ണമായിട്ടും ആളുടെ വിട്ടുമാറി. ആളിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഈ ആൾത്താരയിൽ ഇവിടെ പലരും കണ്ടിട്ടുണ്ടായിരിക്കാം. ആൾ അവിടെ ഇരുന്നിട്ട് ആക്കി നിന്നിക്കാൻ വയ്യാതെ ആൾ നിരങ്ങി ഇവിടെ വന്ന് ആൾ 3 ഇറങ്ങിപ്പോകുന്നത്. ഇവിടെ നാക്ക് ബസ്സേ കയറാനാണെങ്കിൽ ബാക്കിൽ നിന്ന് ഒരാൾ തെള്ളിയെങ്കിൽ മാത്രമേ ആൾ ബസ്സേ കയറത്തുള്ളായിരുന്നു. എങ്കിലും ഞാൻ ഇവിടെ കൊണ്ടുവരുമായിരുന്നു ഓരോ പ്രാവശ്യം. അങ്ങനെ ഓരോ പ്രാവശ്യം കൊണ്ടുവന്ന് ആളിപ്പോൾ തന്നെ ബസ്സേ കയറി വരാനുള്ള രീതി വരെ ആൾ അത്രയ്ക്ക് ആരോഗ്യം മെച്ചപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ലേക്ഷർ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ ജോർജ് കെ നയനാൻ്റെ പേഷ്യൻ്റാണ് ആളിപ്പോൾ. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഇത്രയും രൂപ ഞങ്ങളെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. പക്ഷേ എന്തായാലും എനിക്ക് ഡയാലിസിസ് കഴിഞ്ഞ ആൾ ഇറങ്ങി വരുന്നത് കാണാനുള്ള ത്രാണി എനിക്കില്ലായിരുന്നു. ഒരു ശരീരം വിറച്ച് വരെ ആൾ ഇറങ്ങി വരുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഡയാലിസിസ് വേണ്ട, നമുക്ക് ട്രാൻസ്പ്ലാന്റ് തന്നെ ചെയ്യാമെന്നും പറഞ്ഞ് ട്രാൻസ്പ്ലാന്റിൻ്റെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തി. ഡോണറില്ല. ഓരോ ഡോണർമാരെ അന്വേഷിച്ചു. 5 പേര് ഡോണർ തരാമെന്നും പറഞ്ഞ് വന്നു. 5 വരെ റിജക്ഷൻ ആയിപ്പോയി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവെ, ഞാൻ 22 ഒരു ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിക്കും, അന്നേ ദിവസം എനിക്കൊരു ഡോണറിനെ തരണമെന്ന് പറഞ്ഞു. ആ കറക്റ്റ് 22 എന്നൊരു ഡേറ്റ് എത്തിയപ്പം ഞങ്ങളെ ഒരാൾ സമീപിച്ച് ആൾക്ക് കിഡ്നി തരാൻ പൂർണ്ണ സമ്മതമാണെന്ന് അറിയിക്കുകയും തുടർന്നുള്ള എല്ലാ ചെക്കപ്പും ഒരു ലാഗ് പോലും ഇല്ലാതെ എല്ലാം നല്ല കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. ഒരാളുടെ സഹായം പോലും എനിക്കില്ലാതെന്നുള്ള ഏറ്റവും വലിയ ശക്തി. ഞാൻ അന്നേരമെല്ലാം ഞാൻ മാതാവിനോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ വരാൻ എനിക്ക് ആരുമില്ല, എനിക്ക് പോകേണ്ട വഴിക്ക് എൻ്റെ മുന്നേ പോയി എൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് സാധിച്ചു തരണേ മാതാവെന്ന് ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പോകുന്ന ഓരോ ഓഫീസർമാരും ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പേ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഇനി വില്ലേജിലാണേലും എവിടെ ആണെങ്കിലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എല്ലാ പേപ്പർ വർക്ക് ഫുള്ള് ക്ലിയറൻസ് കിട്ടി. ഇന്നും ഹോസ്പിറ്റലിൽ ഇന്നലെ പോലും എന്നെ കണ്ട ഡോക്ടർ എന്നോട് പറഞ്ഞു ഏറ്റവും വലിയ അത്ഭുതം ഷാജിമോൻ്റെ കാര്യത്തിലാണ് സംഭവിച്ചത്. കാരണം ഈ സെപ്റ്റംബറിൽ ഡോക്ടറെ കണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കേസ് ഈ വരുന്ന മാർച്ച് 2 ആളുടെ സർജറി. ഇത്രയും പെട്ടെന്ന് അതെങ്ങനെയാണ് അത് നടന്നതെന്ന് അവർക്ക് പോലും അത് അറിയത്തില്ല.
19-ാം തീയതി മാർച്ച് 2-ന് ഞങ്ങൾക്ക് സർജറിയുടെ ഡേറ്റ് കിട്ടി. സർജറിയുടെ ഡേറ്റ് കിട്ടിയപ്പോൾ ഞങ്ങളെ ഇതുപോലെ ഒരു ചാരിറ്റിക്കാരെ സമീപിച്ചിരുന്നു. അവർ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള സകല തുക അവർ തന്നേക്കാവെന്ന് പറഞ്ഞു. ലാസ്റ്റ് നിമിഷം സർജറിയുടെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവർ ഞങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അവർ ജസ്റ്റ് ഒരു പോസ്റ്റ് പോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിൽ ഞങ്ങൾക്ക് വളരെ തുച്ഛമായുള്ള പൈസയാണ് കിട്ടിയത്. അത് നമ്മൾ ടെസ്റ്റിന് പോകാൻ കടം മേടിച്ചും പലിശയ്ക്കും എടുത്തൊക്കെയാണ് ടെസ്റ്റിന് പോകുക. ആ പൈസ എല്ലാം കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് പോകാനായിട്ടൊരു മാർഗ്ഗമില്ല. അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കുറച്ച് ഫണ്ടുകളൊക്കെ തരാമെന്ന് പറഞ്ഞു. അവരുടെ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ 19-ാം തീയതി ഞങ്ങളുടെ വീട് വിട്ടിറങ്ങിയത്. ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൈ പിടിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം എൻ്റെ ബന്ധുക്കാരും എന്നെ അറിയാവുന്നവരൊക്കെ ചോദിച്ചു, ഇവൾ ഈ കൊച്ചനെയും കൊണ്ട് എന്തർത്ഥത്തിലാണ് ഈ പോകുന്നതെന്ന്. 30 ലക്ഷം രൂപ ചിലവ് വരുന്ന സർജറിക്ക് 1 രൂപ പോലും കയ്യിൽ എടുക്കാനില്ലാതെ ഇവൾ എന്തിനായി ഇറങ്ങി പുറപ്പെടുന്നത് ചോദിച്ചപ്പോൾ എനിക്ക് ഒരേ ഒരു മറുപടി ഉള്ളായിരുന്നു, എനിക്ക് വേണ്ടി എൻ്റെ അമ്മ ഇടപെടുമെന്നുള്ളൊരൊറ്റ വിശ്വാസം ഉണ്ടായിരുന്നു. മെനഞ്ഞാന്ന് ഇതുപോലെ ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ പഞ്ചായത്തിൽ നിന്ന് എന്നെ വിളിച്ചു, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ വിചാരിച്ച പോലെ കളക്ഷൻ നമുക്ക് കിട്ടിയില്ല, ഒരുപാട് പൈസയുടെ ഷോർട്ടേജ് വന്നിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തണമെന്ന് പറഞ്ഞു. ഈ ഇച്ചിരിയില്ലാത്ത 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എവിടെ പോയി അത്രയും പൈസ ഒപ്പിക്കും? ഞാൻ അന്ന് മുതൽ മുട്ടുകുത്തി നിന്ന് എൻ്റെ മാതാവിനെ ഒരുപാട് വിളിച്ച് അപേക്ഷിച്ചു. എനിക്ക് കൊട്ടാൻ പറ്റുന്ന എല്ലാ വഴികളിലും ഞാൻ പോയി, എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന എല്ലായിടത്തും ഞാൻ പോയി, എന്നെക്കൊണ്ട് കഴിയാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തു. ഇന്നലെ വൈകിട്ട് ഒരു 7 മണി 8 മണി ആയപ്പോഴേക്കും ഞാൻ എൻ്റെ പ്രതീക്ഷകളെല്ലാം കൈവിട്ടു. സർജറി ക്യാൻസൽ ആവും, പൈസ ഇല്ലാതെ സർജറി നടക്കത്തില്ല, സർജറി ക്യാൻസൽ ആവും എന്നുള്ള എല്ലാ രീതിയിലും ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഇന്ന് രാവിലെ 7 മണിയായപ്പോൾ എനിക്കൊരു കോൾ വന്നു. രമേശ് ചെന്നിത്തല സാർ ഇടപെട്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ചേട്ടൻ്റെ സർജറി 1 രൂപ പോലും ഇല്ലാതെ ഞങ്ങൾക്ക് നടത്തിത്തരാൻ അവർ സന്നദ്ധരായെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ 7 മണിയായപ്പോൾ ഒരു കോൾ വന്നു. അത് കേട്ട ഉടനെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഇറക്കിക്കൊണ്ട് ഇറങ്ങിയതാണ്. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സർജറി 2-ാം തീയതിയാണ്. സർജറി നടക്കത്തില്ല, പൈസ ഇല്ല, നടക്കത്തില്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരണമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇത്രയും ദിവസം ഹോസ്പിറ്റലിലെടുത്ത് താമസിച്ചത്. ചേട്ടനെ കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 1 രൂപ പോലും ഇല്ലാതെ ഇറങ്ങിയതാണ് ഞങ്ങൾ. ഇന്നിപ്പോൾ 2-ാം തീയതി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓപ്പറേഷനാണ്, നടക്കത്തില്ലെന്ന് വിചാരിച്ച സർജറി 1 രൂപ പോലും ചിലവില്ലാതാണ് ഇന്ന് സർജറി നടക്കുമ്പോൾ. ഇത്രയും വലിയ വഴി എനിക്ക് ചെയ്തു തന്നെ എൻ്റെ അമ്മയ്ക്ക് തിരുക്കുമാറിനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. അതേപോലെ തന്നെ ചേട്ടൻ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഓപ്പറേഷന് മുന്നേ. ആൻജിയോഗ്രാമിലെ ഡോക്ടർമാർ പറഞ്ഞു ചിലപ്പോൾ ബ്ലോക്ക് കണ്ടേക്കാവുന്നു, പക്ഷെ ഒരു ബ്ലോക്ക് പോലും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് കാലുകൾക്ക് ഭയങ്കരമായിട്ടുള്ള വേദനയായിരുന്നു. ആ വേദന വന്ന സമയത്ത് ഞാൻ ഇതിൽ ഉടമ്പടിത്തൈലം എടുത്ത് കാലേ പൂശി കഴിഞ്ഞാൽ നടന്ന് ഒരു ദിവസം എനിക്ക് കുത്താൻ പറ്റാത്ത വേദനയായിരുന്നു. ഇന്നലെ നേരം പുലർന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വേദന എവിടെ പോയെന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്കറിയില്ല ഞാനത് എങ്ങനെയാണ് എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് അറിയില്ല. വിളിച്ചു കഴിഞ്ഞാൽ വിളിപ്പുറത്തെത്തുന്ന എൻ്റെ മാതാവ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ എന്നാലും ഞാൻ പ്രതീക്ഷ കൈവിടത്തില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. കാരണം ഞാൻ എൻ്റെ അമ്മയോട് ഇന്നലെ രാത്രി കൂടെ ഞാൻ പറഞ്ഞേച്ച് കിടന്നേ ഉള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അമ്മ തിരിച്ചു തരും നിങ്ങളുടെ അച്ഛനെന്ന്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ ചേട്ടൻ്റെ ഓപ്പറേഷൻ സക്സസ് ആകുമെന്ന്. നിങ്ങളെല്ലാവരും എൻ്റെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് ഞാനിപ്പം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയാം. പേര് വത്സ. ഞങ്ങൾ വരുന്നത് ചിയാരം, തൃശ്ശൂരിൽ ചിയാരം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. അവൾക്ക് 5 വർഷമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. പല ചികിത്സകളും ചെയ്ത് ഡോക്ടർമാരെയൊക്കെ കാണിച്ച് ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടേക്ക് വന്നത്. 2019 ഡിസംബർ 5-ാം തീയതിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആ സമയത്ത് ആ മാസം തന്നെ അവൾക്ക് വിശേഷമാകുകയും ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത അമ്മ മാതാവിനോർത്ത് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലൈസമ്മ ജോസഫ്. ഞാൻ മിത്രക്കരി ഇടവകയിൽ നിന്ന് സെൻറ്റ് സേവിയേഴ്സ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2 പ്രാവശ്യം ഇയാൾ തരയിൽ കയറി സാക്ഷ്യം പറഞ്ഞതാണ്. അതിനുള്ള അനുഗ്രഹം എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. 3ാമതും എനിക്ക് സാക്ഷ്യം പറയാൻ അമ്മ അനുഗ്രഹിച്ച്. 1ാമതായി പറയാനുള്ള എൻ്റെ മകള് കണ്ണിന് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് എക്സ്റേ കൊണ്ടു. അത് കഴിഞ്ഞ് വീണ്ടും വേറെ ഒരു സാധനം കൊണ്ട് കണ്ണ് മുറിഞ്ഞു. 2ാമത് കണ്ണ് മുറിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഇത് ബുദ്ധിമുട്ടാണ്, എപ്പോഴും ഇങ്ങനെ ഉണ്ടാകും. കണ്ണിന് ഭയങ്കര വേദനയും തലവേദനയായിരുന്നു, ഇത് മാറാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. പക്ഷേ മരുന്നൊക്കെ കഴിച്ചെങ്കിലും കുറവില്ലായിരുന്നു. ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു, കണ്ണിന് സൗഖ്യം കിട്ടി. കൂടാതെ എൻ്റെ കയ്യിൽ കുഴിനകം വന്നായിരുന്നു, അത് ആദ്യമായിട്ട് വരുവാണ്. പക്ഷേ ഞാൻ തൈലം പുരട്ടി
പല പ്രാവശ്യവും തൈലം പുരട്ടിയാണ് എനിക്ക് സൗഖ്യം കിട്ടിയത്. മരുന്ന് മേടിച്ചുകൊണ്ട് വന്നെങ്കിലും ഞാൻ ഉപയോഗിച്ചില്ല. തൈലം പുരട്ടി തന്നെയാണ് എനിക്കത് മാറിക്കിട്ടിയത്. കൂടാതെ എൻ്റെ ശരീരത്തിൽ പല ഭാഗത്തും ചൊറിഞ്ഞു പൊട്ടി പഴുക്കുമായിരുന്നു. അതും ഞാൻ കൃപാസനത്തിൽ തൈലം പുരട്ടി അത് കരിഞ്ഞു കിട്ടി. ഇത്രയും അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത്. അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു.